ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ എൻ്റെ ശബ്ദം തിരിച്ച് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്ലാച്ചി ശാപം അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നു. അതാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യാനെ കൊണ്ട് ഇത്തിരി ലേറ്റായി പോയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ആരോ പറഞ്ഞിരുന്നത് നിനക്ക് കിട്ടിയത് കർമ്മയാടാ അത്. ചേടാ, അങ്ങനെ ആണെങ്കിൽ എടേ PR ബേബി ഹൗസിനകത്തിരുന്ന് ബാക്കിയുള്ളവരെയൊക്കെ ഇമാതിരി തോന്നിയാസുകളെ വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് കിട്ടിയില്ല കർമ്മ. PR ബേബിക്ക് വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ബാക്കി ആൾക്കാർ വീഡിയോ ചെയ്തപ്പോൾ അവർക്കും കിട്ടിയില്ല കർമ്മ. സത്യം വിളിച്ചു പറഞ്ഞതിന് എനിക്ക് മാത്രം കർമ്മ. അത് വല്ലാത്തൊരു കർമ്മയാണ് കേട്ടോ. പിന്നെ പ്ലാച്ചി ശാപം എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഏക്കും തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മറ്റേ PR ബേബി മറ്റേ സാത്തൻ സേവയൊക്കെ ചെയ്തു എന്നും അങ്ങനെ കുറെ റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിന്റെ പേരെടുത്ത് നോക്കിയാൽ മതി, നമുക്ക് തന്നെ സേവ് ചെയ്തിട്ടാണോ പോയത്, എന്താ ഇത്. പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ PR വിനു അണ്ണനും PR ബേബിയും തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ അന്ന് ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഇവനൊക്കെ ചുമ്മാ കൈ നീട്ട് പറയുക, ഇവനൊക്കെ കള്ളനെ, ഇവനെ നമ്പരുത് എന്നൊക്കെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു. അന്നേ വിനു അണ്ണൻ ഇട്ട പോസ്റ്റ് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, വിഷയമാണെന്ന്. എന്നിട്ടും വിനു അണ്ണൻ മാനം കാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ത് വിഷയം ഉണ്ടെങ്കിലും അണ്ണൻ പൊള്ളാച്ചി നിങ്ങൾ എത്തുമെന്ന് PR ബേബിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് PR ബേബി വിളിക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മറ്റേ മൊയ്തീന് വേണ്ടി കാഞ്ചനമാല കാത്തിരുന്നത് പോലെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ. അതിൽ ആദ്യത്തെ വോയിസ് നമുക്ക് കേട്ടിട്ട് വിനോദനെ പറയാനുള്ളത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ചധികം കാര്യങ്ങളൂടെ പറയാനുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ആദ്യം വോയിസ് കേൾക്കാം. ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു. വിനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിനെയും കണ്ടപ്പോൾ വിനു പറഞ്ഞു, ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്രേ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പിൽ അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു. അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല, അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി. അപ്പോൾ ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട്, നൂബിന്റെ ഒക്കെ ഫ്രണ്ടാണ്, അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആളെ വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അനുവിന്റെ സിസ്റ്ററിന് ഭയങ്കര വിഷമായി. കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ഇതായിട്ട് ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അനുവിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവരറിയാത്തൊരു കാര്യം വിനു എന്തിനിങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമായി. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു. അതിൽ അവർ തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു, നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു, വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്തത്, വിനു ചെയ്ത സപ്പോർട്ടൊന്നും ഞാൻ മറക്കില്ല, അതെനിക്ക് ഇപ്പോഴും ഇതാണ്. ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു വിനു വിശ്വസിക്കരുത്, വിനു കാരണമാണ് നിനക്ക് നെക്കായത്, അപ്പോൾ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഇന്റർവ്യൂ പോലും കൊടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല. എനിക്ക് ഒരാളും ചെളി വാരി എറിയുന്നത് ഇഷ്ടമല്ല, ഞാനത് ചെയ്യില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ എന്താണ് ഇത് ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. അപ്പോഴും വിനുവിനെ എതിരായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും അനു പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇത്തടെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറയാണ്, അതായത് സഹായിച്ച ആളെ അനു തിരിച്ച് ഇതാക്കിയിട്ടൊന്നുമില്ല. അനു ഇപ്പോഴും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്കതിലൊന്നും ഒരു വിഷമമില്ല, അതെല്ലാം അവിടെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഒന്ന് മാറി നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരെ തമ്മിൽ വിനു അനുവിനെ കല്യാണം കഴിക്കുമോ അങ്ങനെയും ഒരു ടോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴാണ് തോന്നുന്നുണ്ട് അത് അവര് ഇങ്ങനെ ഒന്ന് മാറി ഇതായി എന്ന് വെച്ചാൽ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇതാക്കുന്നത്. അപ്പോഴും അനു പറയുന്നുണ്ട് വിനു ചെയ്ത എല്ലാ സപ്പോർട്ടും അവൾക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ആളെ കുറ്റം പറയും. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ തല്ലിപ്പിരിയും. ബിഗ് ബോസ് ആയിട്ട് അന്ന് നമ്മൾ പറഞ്ഞാണ് ഇവർ തമ്മിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അടിച്ചുപിരി നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും വിനോദന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് സുഹൃത്തുക്കളെ. ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ PR ബേബി നുള്ളി അപ്പുറത്തോട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. കഷ്ടോടെ വാട്സപ്പിൽ പോലും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും വിനുവണ്ണൻ മാനം കാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു അവിടെ പോസ്റ്റിനകത്തെന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ തമ്മിൽ വേറൊരു പ്രശ്നവും ഇല്ല, വാട്സപ്പിൽ പോലും ബ്ലോക്ക് ചെയ്തടേ. ഒരു പ്രശ്നമില്ലാത്ത രണ്ട് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ എന്തിന് അൺഫോളോ അടിച്ചു പോകണം, അത് അവരുടെ ഇഷ്ടമാണ്. എങ്കിലും വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത്രയും വലിയൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് പുള്ളിയെ കടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. അണ്ണാ വിനുവണ്ണൻ ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു മുള്ളിയെത്തിരിക്കുന്ന ബന്ധമാണെങ്കിൽ അങ്ങോട്ട് പോട്ടെന്ന്. പിന്നല്ല, പിന്നെ ഇതിനകത്ത് ഈ ലേഡി പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, PR ബേബി ഇന്റർവ്യൂ കൊടുക്കാത്ത ബാക്കിയുള്ള ആൾക്കാരെ കരിവാരി തേക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. കള്ളമാണ്, പച്ച കള്ളമാണ് സുഹൃത്തുക്കളെ. മറ്റൊന്നുമല്ല, ഈ PR ബേബി ഒരു ഇന്റർവ്യൂവിന് ഇപ്പം ചോദിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ബിഗ് ബോസിന് വിന്നറായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ടൈമല്ലേ, ഈ ടൈമിലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സാധനം അത്ര അഫോർഡ് ചെയ്യാനെ കൊണ്ട് പല ആൾക്കാരും വിസമ്മതിക്കുന്നുണ്ടൊക്കെ ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ PR ബേബിയുടെ വരാത്ത. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ കരിവാക്കി തേക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടൊന്നും അല്ലടേ. അതാദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് മൈൽ സ്റ്റോൺ ആ ഒരു അവാർഡ് നൈറ്റിൽ പോയപ്പോൾ PR ബേബിന് പുള്ളി ഇങ്ങനെ സംസാരിച്ചുള്ള കാര്യമല്ല പറയുന്നത്. അതിനെ പറ്റിയിട്ട് എനിക്കും ചിലത് പറയാനുണ്ട്. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ റെഡ് കാർപ്പറ്റ് ചെയ്തിരുന്ന ഞാനായിരുന്നു. അപ്പം ഇതിനകത്ത് എന്താണെങ്കിൽ PR ബേബിന് പുള്ളിക്ക് പറയാനുള്ള കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം.
പറയാമോ നിങ്ങളോട്? പിന്നെന്താ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത്. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു, അവരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല, ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളാണ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം, ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല, അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പോൾ അവിടെ നെവിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നെവിൻ പറഞ്ഞു കേട്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു, മനസ്സിലായി. കാരണം ഞാൻ അവിടെ അനുമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല, അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു, അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ഞാൻ ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്നുള്ള ആൾ, കാരണം 5 വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുമോളുടെ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കൂ, എന്നോട് ചോദിക്കേണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്യുന്നത് അനുമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് പിന്നെ എസ്കേപ്പ് ആയി. അതായത് ഇതിൽ പറഞ്ഞേക്കുന്ന സംഭവം മനസ്സിലായല്ലോ. നേരത്തെ അവർ ലേഡി ആ വോയിസിനകത്ത് പറഞ്ഞില്ല, സെയിം സംഭവം തന്നെയാണ്. അതായത് ഈ പറയുന്ന ബിന്നിയുടെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നത്. അതായത് PR വിനു പുള്ളിയല്ല ഇത്തരത്തിൽ അവരെ ഡിഗ്രേഡ് ചെയ്യാനും ഇത്തരം ചാറ്റിനകത്ത് വന്നിരിക്കുന്ന സാധനങ്ങളൊന്നും പുറത്ത് വിട്ടേക്കുന്നത്. അത് PR ബേബിയുടെ തന്നെ ഫാൻ പേജ്, അതിനകത്ത് ഈ പറയുന്ന PR ബേബിയുടെ ചേച്ചി ഉണ്ടായിരുന്നു പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിങ്ങനെ മറ്റൊരാൾ ത്രൂ ഇങ്ങനെ കറങ്ങി PR ബേബിയിലോട്ട് എത്തിയിട്ട് അങ്ങനെ PR ബേബി പുള്ളിയെടുത്ത് സംസാരിച്ച് തെറ്റിപ്പിരിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ബിന്നി ഇതിനകത്ത് ഇടയ്ക്ക് കുത്തിത്തിരിപ്പ് ഇങ്ങനെ കാണിച്ചുള്ള രീതിയിലൊക്കെയാണ് പല ആൾക്കാർ സംസാരിക്കുന്നത്. ബട്ട് ബിന്നി, നിങ്ങൾ അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഇവരെ തല്ലിപ്പിരിയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരു കുതിരപ്പവൻ തരുന്നതായിരിക്കും. കാര്യം ഹൗസിനകത്തിരുന്നുകൊണ്ടോ പല കാര്യങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, പുറത്തിറങ്ങിയിട്ടെങ്കിൽ ഇത് സാധിക്കുന്നുണ്ടല്ലോ. വളരെ നല്ല കാര്യം തന്നെ. കാര്യം അമ്മാതിരി നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാനെ കൊണ്ട് ഈ ടീം നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കേൾക്കാം. അപ്പം അവിടെ വെച്ചാൽ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു, അനുമോളുടെ ചേച്ചിയുടെ വലയിൽ കിട്ടും. അവിടെ ഞാനിത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അലിഗേഷൻ ഇട്ടു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് നൂബിനായിട്ട് സംസാരിച്ചു. നൂബിൻ എനിക്ക് അയച്ചു തന്നു. കാരണം ഞാൻ അങ്ങനെ വിനു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നും നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ അയച്ചു തരാം. അനുമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്നും. പക്ഷെ അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു, അനുമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ, അതായത് അനുമോളുടെ 14 ലക്ഷത്തിന്റെ PR-ഉം ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിയിരിപ്പുണ്ടാക്കി ആൾ പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി. പുള്ളി ഇതിനകത്ത് PR ബേബിയുടെ ചേച്ചി ആ ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാറ്റ് പുറത്ത് വന്നിരിക്കുന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരും ഇതിനകത്ത് എല്ലാം കൂടെ ഒത്താശ ചെയ്തിട്ടാണെന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല എന്നുള്ളത് പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒത്താശ ചെയ്തിട്ടാണ് എന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരി അഡ്മിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ പുള്ളിക്കാരി അറിയാണ്ടിരിക്കില്ലല്ലോ. ജാതിക്കാട് ഇറക്കി വോട്ട് ചോദിച്ചിരുന്ന ടീംസാണ് ഇവരെല്ലാം. പോരാത്തതിനെ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് വോട്ട് തിണ്ടുകയായിരുന്നു, PR ബേബിക്ക് വോട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് തിണ്ടിയൊക്കെ കുറെ പരിപാടികളൊക്കെ കാണിച്ചിരുന്നു. ആൻഡ് ഇതേ ചാറ്റ് വെച്ച് നമ്മളും റിയാക്ട് ചെയ്തിരുന്നു. ഓക്കെ, കാര്യം ബാക്കിയുള്ള ആൾക്കാരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ആ ചാറ്റ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അമ്മാതിരി തൊട്ടുതരകൾ കാണിച്ചിരിക്കുന്ന ഗ്രൂപ്പായിരുന്നു ഇവരുടെ PR ബേബിന്റെ ഫാൻസിന്റെ അല്ലാത്ത ഇവരുടെ PR-ന്റെ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അതിനകത്ത് ബിന്നി അവിടെ സംസാരിക്കുന്ന ഒരു കാര്യം, ഇപ്പം ആക്ച്വലി ഞാനായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഒരു അവാർഡ് നൈറ്റിൽ റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രീ ആയപ്പോഴാണ് അകത്തോട്ട് കയറിയിട്ട് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് ഞാൻ കയറിയ ടൈമിൽ തന്നെ പുള്ളിക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വിഷ്വൽ എനിക്ക് ഇങ്ങോട്ട് വെക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ അവിടോട്ട് ചോദിച്ചിരുന്നു, എനിക്ക് ഇതുവരെ പെർമിഷൻ കിട്ടിയില്ല. പെർമിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഞാൻ സൈഡിലോട്ട് വീഡിയോ വെക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. അവിടെ ബിന്നി പറയുന്നുണ്ട് PR വിനുവണ്ണനെ ഇത്രയും ഫേമസ് ആക്കിയത് നമ്മുടെ ബിന്നിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതാണ് വിനുവണ്ണൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ 16 ലക്ഷത്തിന്റെ ഒക്കെ കണക്ക് പറഞ്ഞേക്കുന്നത് ബിന്നി പറഞ്ഞാണ്, എന്നെ പോലും വിശ്വസിക്കാതെ PR ബേബി വിശ്വസിച്ചേക്കുന്നത് എന്നുള്ള പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ബിന്നിക്ക് ഈ കണക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ PR ബേബി തന്നെ ഹൗസിനകത്തിരുന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. ഇത് PR ബേബി പിന്നീട് പറഞ്ഞാണ്. ഇനി ആ ക്ലിപ്പ് ഒന്ന് വീണ്ടും ഇങ്ങോട്ട് ഞാൻ എടുത്ത് വെച്ച് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല, നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, PR ബേബി തന്നെ ഇട്ട് കൊടുത്തേക്കുന്ന ഒരു കണക്കാരായിരുന്നു. എന്നിട്ട് ബിന്നി നല്ല രീതിയിൽ തന്നെ അതിനകത്ത് സ്റ്റേജിൽ ഇത് സംസാരിക്കുന്നുണ്ട്. ബിന്നിയും നെവിനോട് ചേർന്നിട്ടാണ് പുള്ളിക്ക് ആ ഒരു അവാർഡ് ആണെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമായിരുന്നു. നമുക്ക് ബാക്കി കേൾക്കാം. അനുമോളെ ബ്ലെയിം ചെയ്തിട്ടാണ്. അനുമോൾ എന്ന് പറഞ്ഞ ആള് അവിടെ ചേച്ചി വന്ന് കരയുമ്പോൾ അനുമോൾ അത് വിശ്വസിച്ച് പോയി. മനസ്സിലായി? ചേച്ചിയോട് പറഞ്ഞ വേറൊരാളാണ്, ആ വേറൊരാളോട് പറഞ്ഞ വേറൊരാളാണ്. മനസ്സിലായത്? 3-4 കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എവിടേക്ക് എത്തിയത്. അപ്പോൾ അവിടെ അതായത് ഒരു ബിന്നി വേറൊരാൾ പറഞ്ഞു, ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വേറൊരു രീതിയിൽ അനുമോളോട് പറഞ്ഞു.
മനസ്സിലായി. അപ്പോൾ ആ ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും ഭയങ്കര എൻ്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കാർ തയ്യാറായിരുന്നില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെണ്ണ. PR പണി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാട് നോക്കി പോയാൽ പോരായിരുന്നു. പിന്നെ PR ബേബിയുടെ കൂടെ ഒപ്പം നിങ്ങൾ ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ ആലോചിച്ച് എന്തെങ്കിലും ഒരു സമയത്ത് ഇത് കാര്യം എയർപോർട്ടിൽ വെച്ചിട്ട് താണ്ട് എനിക്ക് 11,111 രൂപ ഈ സാധനമൊക്കെ നിങ്ങൾ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അതിൻ്റെ തലേ ദിവസം ഇന്റർവ്യൂവിനകത്ത് മറ്റേ ലൈൻ കണ്ടിൽ PR ബേബി പറഞ്ഞു 1,00,000 രൂപയാണ് കൊടുത്തത്. എന്നിട്ട് 50,000 വന്ന് പിന്നെ മാറ്റി പറയുന്നു. നിങ്ങൾ വന്ന് പിന്നീട് വരുന്നത് 11,000. നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങോട്ട് മേനയാവണില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാൻ ഞാൻ അപ്പോഴേ പറഞ്ഞു നമുക്ക് നൂബിന്റെ അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്ന് നൂബി പറയട്ടെ. ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഞാൻ അനുമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല, അനുമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവർ ലീക്ക് ചെയ്ത ചാറ്റ് ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കൺട്രോളുള്ള ഗ്രൂപ്പിലുള്ളതല്ല, ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റാണത്. അതിൽ അനുമോളുടെ ചേച്ചി മെമ്പറും അഡ്മിനും ഒക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ ഞാൻ എങ്ങനെ അനുമോളുടെ ചേച്ചി ഇട്ട് കൊടുക്കാനാവുന്നത്? മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു. അത് അനുമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തതെന്നുള്ള രീതിയിൽ വന്നു. അവർ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്തു. അവർ ഓവർ റിയാക്ഷന്റെ പുറത്ത് അനുമോൾ അത് എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തു. എനിക്ക് റിയാക്ഷൻ ഓക്കെയാണ്. കാരണം അനുമോളുടെ ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്ത് ഓക്കെ. പക്ഷെ എൻ്റെ ഭാഗം കേൾക്കാതെ എൻ്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. എൻ്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല. എൻ്റെ തെളിവുകൾ അവർ കാണാൻ ശ്രമിച്ചില്ല. അപ്പോൾ ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ കേട്ടല്ലോ. വിനുവണ്ണന്റെ ഭാഗം കേൾക്കാൻ പോലും PR ബേബി തയ്യാറായില്ല. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ കമന്റ് ബോക്സിൽ വന്ന് എന്നെ അങ്ങോട്ടൊക്കെ പൊലിപ്പിക്കുന്നുണ്ടായിരുന്നു. കേട്ടല്ലോ. പുള്ളിക്ക് പറയാനുള്ള കേക്ക് പോലും നമ്മുടെ PR ബേബി ചെയ്തിട്ടില്ല. ഇനി ഇവിടെ പുള്ളി പറഞ്ഞേക്കുന്ന കാര്യമില്ലേ, അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാറ്റ് വന്നേക്കുന്ന ആ ഒരു ഗ്രൂപ്പിലെ പിന്നെ വിനുവണ്ണൻ ഒന്നുമേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ പറയാനൊന്നും നിൽക്കില്ല. കാര്യം നിങ്ങളുടെ PR പണി വെറുതെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന പരിപാടിയല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാ രീതിയിലും മാന്യനാവേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള ഡീഗ്രേഡ് ചെയ്ത് കാണിച്ചേക്കുന്ന തെണ്ടിത്തരം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കിയേക്കുന്ന കാര്യം. പിന്നെ PR ബേബിയുടെ ആ ഒരു ഗ്രൂപ്പിൽ അഡ്മിൻ ആയിരുന്നു PR ബേബിയുടെ ചേച്ചി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ PR ബേബിയുടെ ചേച്ചി ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമേ. ഈ ഒരു കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ ഈ PR ബേബിയുടെ ചേച്ചി അവിടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ളപ്പം ഇതേ PR ബേബിയുടെ ചേച്ചി അല്ലേടെ ഹൗസിനകത്ത് പോയിട്ട് ഫാമിലി വീക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് അയ്യോ അനീസിന്റെ ആർമി മൊത്തവും ഞങ്ങളുടെ കൊച്ചിനെയാണെങ്കിൽ അറ്റാക്ക് ചെയ്യണു ഇങ്ങനെ ചെയ്യണു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ നടന്നിരിക്കുന്ന ഈ കാര്യങ്ങളും ചേച്ചി നിങ്ങൾ അറിഞ്ഞില്ലേ? മെഡിക്കൽ കോളേജിൽ പോയിട്ട് വോട്ട് തെണ്ടെന്ന് മാത്രമല്ലാതെ ഇമ്മാതിരി പരിപാടികൾ കൂടി നിങ്ങൾ അവിടെ കാണിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും എന്നെ അനീസിന്റെ PR ആക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആരുടെ ഫാനും അന്തവും കാര്യങ്ങളും ഒന്നും അല്ല. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെങ്കിലും ബാക്കി കേൾക്കാം. മനസ്സിലാക്കി. ഓക്കെ, ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു സാധനം ഓൾറെഡി എനിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന വർക്ക് ഉണ്ടല്ലോ, ഞാനും PR ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. ഇപ്പോൾ ദുബായ് പോയത് പോലും ഞാൻ എടുത്ത വർക്കാണ്. അതിൽ നിന്ന് ഞാനായിട്ട് തന്നെ മാറിയതാണ്. നെഗറ്റീവ് ആവണ്ട, എന്തിനാണ് ഞാൻ മനസ്സിലായി. ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് ദുബായ് ഇപ്പോൾ പോയതും. ഇപ്പോൾ ഈ ഹൈദരാബാദായിട്ടുള്ള വർക്കെല്ലാം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തതാണ്. മനസ്സിലായി. അതല്ലാതെ കോളേജിൽ പോലും ഞാൻ മാറിയതാണ്. ഞാൻ പോസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ എന്നെ കോളേജിൽ വേറൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും സ്വയം മാറുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് കയറുന്നില്ല. ഇപ്പോൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അനുമോളാണ് എന്നെ വിളിച്ച് മലബാർ ഇവന്റിൽ പോലും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല. ഞാൻ മാറി നിൽക്കായിരുന്നു. ആരുടെങ്കിലും ഇത് പറയണ്ടായോ? നിങ്ങളുടെ ഭാഗം കേൾക്കണ്ടേ? ഇല്ല, അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിന്റെ പുറകെ തന്നെ ആയിപ്പോവും. കാരണം ഞാൻ ബിഗ് ബോസ് തന്നെ ആയിപ്പോവും. നമ്മുടെ വിനുവണ്ണ ഇവിടെ പറയുന്നത് PR ബേബി പുറത്തു പോയേക്കുന്ന ആ ഒരു പ്രോഗ്രാം പോലും സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്ന നമ്മുടെ വിനുവണ്ണനാണ്. വിനുവണ്ണൻ കൂടെ പോയിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ തന്നെയാണ്. ആൻഡ് ചില ആളുകളുടെ ഇത്തരത്തിൽ ഈ ബിഗ് ബോസിന് ശേഷമൊക്കെ ഈ വരുന്ന ഇനാഗുറേഷൻസ് ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തു നിന്നുള്ള ഒരു എമൗണ്ട് എടുക്കുക എന്നുള്ള രീതിയിലും പല ആളുകളും പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ ബിന്നിനെ പറ്റിയിട്ട് പറയാനുള്ളത്, എൻ്റെ പൊന്നു ബിന്നി, നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇമാതിരി പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കുതിരപ്പവൻ തരും. കാര്യം മറ്റൊന്നുമില്ല, ഇത് അത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ PR ബേബി വിനുവണ്ണനും കൂടെ അടിച്ച് പിരിഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം. അതിന് മറ്റൊന്നുമില്ല ഗൈസ്. സംഭവം നമുക്ക് ഇവരുടെ അടുത്ത് പേഴ്സണലി നമുക്കൊരു ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങൾ പല ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. ഗൈസ് പേഴ്സണലി ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മുടെ കണ്ടന്റാണ്. നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്താണ് വ്യക്തിവൈരാഗ്യം കൊണ്ടൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ടുള്ള മോശമായിട്ട് ബാക്കിയുള്ളവരെ ബാധിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ വീഡിയോക്കകത്ത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നത്. അതിന്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കാം. ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ അത്ര ഇതായിട്ട് നമ്മൾ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് PR ബേബിനെ കുറിച്ച് നമ്മൾ അത്തരത്തിൽ സംസാരിക്കാറുള്ളത്. PR ബേബിക്ക് എവിടെയൊക്കെ കൊട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ നല്ലതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്? കാര്യം ഹൗസിനകത്ത് ചെയ്തേക്കുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും ഇപ്പുറത്ത് നമ്മുടെ വിനുവണ്ണ വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്ത് നല്ല മഹത്വവൽക്കരിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കണ്ടാണ്
മല്ലിക സുകുമാരൻ, മല്ലികാമ്മയൊക്കെ വന്ന് എന്നെ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. മല്ലികാമ്മയൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ച് വന്നിട്ട് PR ബേബിനെ സപ്പോർട്ട് സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും ഇവർ തമ്മിൽ അങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെയും. ഒരുപാട് സന്തോഷം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം.